അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതിനു മുൻപ് ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. നമ്മൾ പല ആളുകളും, ഞാൻ പറയുന്നത് ആലിമീങ്ങളെയോ അല്ലെങ്കിൽ സ്വാലിഹീങ്ങളോ ഒന്നല്ല, നമ്മളെപ്പോലുള്ള സാധാരണക്കാര് അശ്രദ്ധ കാണിച്ചു പോകുന്ന ഒരു സംഗതിയെപ്പറ്റി ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു. ഏത്? ആയത്തുൽ കുർസി. അഥവാ നിസ്കാരത്തിന് ശേഷം, ഓരോ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തുൽ കുർസി ഓതുന്നതിന്റെ മഹത്വം. ആയത്തുൽ കുർസി അത് നമുക്ക് ഇപ്പൊ നമ്മ സാധാരണക്കാർക്ക് അതൊന്നും, അതായത് അതിലത്ര ഗൗരവം തോന്നൂല. നിസ്കരിക്കും, എഴുന്നേറ്റ് ഓടും, അല്ലെങ്കിൽ ഇനിയിപ്പോ ദ്വാരക്കുന്നവരാണെങ്കിൽ എന്തെങ്കിലും ദ്വാരന്നിട്ട് പോകും. പക്ഷേ ഈ ഒരൊറ്റ ആയത്തുൽ കുർസി ഓതുന്നത് കൊണ്ടുണ്ടാവുന്ന മെച്ചം ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞ് എന്തെന്നും, ഈ ആയത്തുൽ കുർസി നിസ്കാരത്തിന് ശേഷം അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ മരണമല്ലാതെ മറ്റൊരു തടസ്സമില്ലെന്ന്. അതായത് ഹബീബ തങ്ങളാണ് പറയുന്നത്. അത് ഓതി വന്നാല് നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും എന്ന് അവിടുന്ന് ബിശാറത്ത് നൽകുമ്പോൾ നമ്മളെങ്ങനെ അത് അവഗണിക്കും? എത്ര സമയം വേണം അതൊന്ന് ചൊല്ലി തീർക്കാൻ? ഒരു ആയത്തെ കുറിച്ച് അല്ലേ ഓതുണ്ടുള്ളൂ. അപ്പൊ ഈ വിഷയത്തെപ്പറ്റി ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനിയും അതൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. ആയത്തെ കുറിച്ച് എന്ത് ചെയ്തില്ലെങ്കിലും നിസ്കരിച്ചതിന് ശേഷം 3 ഇസ്തിഗ്ഫാർ എന്തായാലും നമ്മൾ ചൊല്ലും, അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന്. പക്ഷെ അതിന് പുറമെ ആയത്തുൽ കുർസിയുടെ വിഷയത്തിൽ ഗൗരവം കാണിക്കണം, പുലർത്തണം. പക്ഷെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതിനെ പറ്റിയിട്ടല്ല. ഇതുപോലെ തന്നെ വലിയ, അതായത് നിബിതങ്ങള് നമുക്ക് ഒരുപാട് ദിക്റുകളും ദുആകളും ഒക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ എല്ലാം ഒന്നും ഒരാൾക്ക് പ്രാക്ടിക്കലാക്കാൻ പറ്റില്ല. ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളും സമയവും ഒക്കെ ഡിഫറെന്റ് ആണ്. പക്ഷേ എന്തുപേക്ഷിച്ചാലും ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലാത്ത ചില സംഗതികളുണ്ട്. കാരണം അതിന് അത്രമാത്രം ഗുണങ്ങള് മുത്തുനബി തന്നെ അവിടെ ഇവിടെ മറ്റുള്ളവർ പറഞ്ഞതല്ല. അതായത് സഹീഹായ ഹദീസുകളിൽ തന്നെ മുത്തുനബി പഠിപ്പിച്ച ഒരുപാട് ഫലങ്ങളും അത് എളുപ്പമാണ്. അതാണ് അതിന്റെ ഏറ്റവും പ്രത്യേകത. വളരെ ലളിതമായ ചില സംഗതികൾ അത് നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ, അത്രമാത്രം കെയർലെസ് ആയ ഒരാൾക്ക് അത് ഉപേക്ഷിക്കാൻ കഴിയുള്ളൂ. ഉദാഹരണമല്ല, അതിനെപ്പറ്റി പറയാനാണ് ഇപ്പൊ ചെയ്യുന്നത്. അതായത് മഗ്രിബ് നിസ്കരിച്ചതിന് ശേഷം, അതേപോലെ സുബ്ഹി നിസ്കരിച്ചതിന് ശേഷം ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ സലാം പറഞ്ഞ് ആ തഹിയാത്തിന്റെ ആ ഇരുത്തിരിക്കുമ്പോൾ അവിടെ ഇരുന്നും കൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഒരു ചെറിയ ദിക്ർ, നമുക്ക് നല്ല പരിചയമുള്ള ദിക്റാണത്. ഈ ഒരു ദിക്ർ 10 വട്ടം, കേവലം 10 വട്ടം ചൊല്ലുക. എന്തുമാത്രം മഹത്വമാണ് അതിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അതായത് അങ്ങനെ ചൊല്ലുന്ന ആളുകളുടെ 10 തിന്മകൾ, ദോഷങ്ങൾ അള്ളാഹു, തിന്മകളാണ് ദോഷങ്ങളെക്കാൾ ഉപരി തിന്മകൾ അള്ളാഹു മായ്ച്ചു കളയും. 10 നന്മകൾ അള്ളാഹു അയാളുടെ പേരിൽ എഴുതും. അതുപോലെ 10 ദറജകൾ, അള്ളാഹുവിന്റെ അടുക്കൽ 10 പദവികൾ അള്ളാഹു അയാൾക്ക് നൽകും. അതുപോലെ 4 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം നൽകും. അതിനൊക്കെ പുറമേണ് ഒരു മെയിൻ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ സംഗതി എന്താവും, ഇപ്പൊ മഗ്രിബിന് ശേഷം ചൊല്ലണമെങ്കിൽ ഇനി വരാനിരിക്കുന്ന പ്രഭാതം വരെ അതായത് എല്ലാ അഹിതങ്ങളിൽ നിന്നും അനിഷ്ടകരമായ സംഗതികളിലും അള്ളാഹുവിന് കാവൽ നൽകും. ഹിർസ്, ഷെയ്ത്താനിൽ നിന്നും പ്രത്യേകം പറയുന്നു. അഥവാ ഷെയ്ത്താനിയായ ഷർറുകളിൽ നിന്നും മറ്റുള്ള എല്ലാ മക്രൂഹാത്തുകളിൽ നിന്നും, ഒരു മനുഷ്യൻ അവൻ ഇഷ്ടപ്പെടാത്ത, അതാണ് മക്രൂഹാത്ത്, ആ മക്രൂഹാത്തുകളിൽ നിന്ന് എല്ലാത്തിനും അവനെ അള്ളാഹു കാത്തു രക്ഷിക്കുന്നു. നമ്മളിപ്പോ എത്ര താവീത് കെട്ടുന്നു, ഹൈക്കല് കെട്ടുന്നു, അല്ലെങ്കിൽ അതൊക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് വളരെ സിമ്പിൾ, വളരെ ലളിതമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കാവല് നോക്കി നിങ്ങൾ. അതും ആരെങ്കിലും പറഞ്ഞതാണോ? ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അവൻ ആ പ്രഭാതം വരെ, അതേപോലെ തന്നെ സുബ്ഹിന്റെ ശേഷം ഇത് ചൊല്ലിയാൽ അതേപോലെ എന്ത് ചെയ്യും, അവന് ആ മഗ്രിബ് വരെ അള്ളാഹു അവന് എല്ലാത്തരം പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും കാത്തുരക്ഷിക്കും. അവനൊരു കാവലായിട്ട് വർത്തിക്കുന്നതാണ് ഈ ദിക്റ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇനി അതിനു പുറമെ മാത്രമല്ല, അവന്റെ ഇനി ആ പീരീഡിന്, ഒരു മഗ്രിബിന് ശേഷം സുബ്ഹിന് ശേഷം മഗ്രിബ് വരെ അവനിൽ നിന്ന് വരുന്ന തെറ്റുകൾ, ഷിർക്കല്ലാത്തത് ഒക്കെ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും. മാത്രമല്ല അത്തരം സംഗതികളൊന്നും അവന്റെ അമലുകളെ ബാത്തിലാക്കുകയോ
അതായത് ഇനി അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയാൽ തന്നെ അവന്റെ അതുകൊണ്ട് ആ തെറ്റ് ശിർക്കല്ലാത്ത തെറ്റാണ് അവൻ ചെയ്തതെന്ന് സങ്കല്പിക്കുക. അതുകൊണ്ട് അവന് മറ്റെന്തെങ്കിലും ഹലാക്കുണ്ടാവുകയോ അല്ലെങ്കിൽ അവന്റെ അമലുകൾ പൊളിഞ്ഞു പോവുകയോ ചെയ്യില്ല. ഷിർക്ക് വന്നാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് തൗഹീദിന്, കാരണം ഇത് തൗഹീദ് ആട്ടി ഉറപ്പിച്ചു നിർത്തുന്ന ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പിന്നെ ഇതിന്റെ ചെറിയ റിവായത്തുകളിലൊക്കെ ചില ഫർക്കുകളാണ്. എല്ലാ റിവായത്തും ഹദീസിലുള്ളതിന് ഏതും ചൊല്ലാം. ബിയദിഹിൽ ഖൈറുണ്ട്, ചിലര് യുഹ്യി വയുമീത്ത് ഇല്ല. ഒന്നൊരു വിഷയമുള്ള ഏതെങ്കിലും ഒരു റിവായത്ത് പ്രകാരം നമ്മൾ ചൊല്ലുന്നത് ശരിയായി കിട്ടിയാൽ മതിയല്ലോ. ഒന്നാലോചിച്ച് നോക്കി, എത്ര വലിയ മഹത്വമുള്ള. പക്ഷെ നമ്മൾ നിസ്കരിച്ചിട്ട് ഞാൻ ഈ പറയുന്നത് ഒരു കൂട്ടം ആളുകൾ ഇത് കേൾക്കുന്നുണ്ട്. അവർക്കൊരു പക്ഷെ കാരണം അവരിപ്പോഴും പതിവാക്കുന്നവരാണ്. അത് ദീനിയായ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരോ അല്ലെങ്കിൽ ഓതി പഠിക്കുന്നവരോ ഓതി പഠിച്ചവരോ ഒക്കെ അത് അവർക്കൊരു ഡെയിലി റൂട്ടീനാണ്. പക്ഷെ നമ്മളെപ്പോലത്തെ സാധാരണക്കാരെല്ലാം ഇപ്പം അത് അവഗണിച്ചു എനിക്കും. പക്ഷെ അവിടെ ഒരു ഷർത്തുണ്ട്, ഒരു നിബന്ധന. എന്താണ്? ആ തഹിയാത്തിന്റെ ഇരുത്തത്തിൽ തന്നെ വേണം അത് ചെയ്യാൻ. അതേപോലെ തന്നെ അതിനുശേഷം ഈ പറഞ്ഞതിന് ശേഷം നമുക്കറിയുന്നതാണ് അല്ലാഹുമ്മ അജിർനി മിനന്നാർ. 7 പ്രാവശ്യം മാത്രം അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ. എന്താണെന്ന് നോക്കി, അവൻ ഇതേ സുബഹിന്റെ ശേഷം ചൊല്ലിക്കഴിഞ്ഞാൽ എന്നിട്ട് ആ മഗ്‌രിബിനുള്ളിൽ അവൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കറിയില്ല എപ്പോൾ മരിക്കും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ആക്സിഡന്റോ അതാകട്ടെ ഏത് തരത്തിലും എങ്ങനെയും, അതായത് ഒരാൾ മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ മഗ്‌രിബ് സുബഹി മഗ്‌രിബിന്റെ ഇടയിൽ അല്ലെങ്കിൽ മഗ്‌രിബ് സുബഹിന്റെ ഇടയിലുള്ള മരണം നടക്കുള്ളൂ. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ നിന്ന് അവൻ അള്ളാഹു കാത്തുരക്ഷിക്കും. കാരണം പറയുന്നത് തന്നെ അങ്ങനെയല്ല, അള്ളാഹു മജിർനീമിനെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ എന്നാണ്. അത് അള്ളാഹു ഇവിടെ ഒരു വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ദുആകളുണ്ടല്ലോ. നമ്മളെ ആ ദിക്ർ ദുആയിൽ മാത്രം പോരാ നമ്മുടെ ശ്രദ്ധ. ഇത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. അവിടെ നിന്ന് ഒരിക്കലും തെറ്റ് പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ വെറും വാക്ക് പറയുകയോ ചെയ്യില്ല. ആ ഒരു യഖീൻ നമ്മുടെ കൽബിനാണ്. അപ്പൊ പിന്നെ നമുക്ക് നമ്മളല്ലെങ്കിൽ എത്ര വട്ടം അല്ലാഹുവേ കാക്കണേന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെയല്ല, ഇത് മുത്തുനബി പറയുകയും പഠിപ്പിക്കുകയും അവിടെ നിന്ന് നിർദ്ദേശിക്കുകയും ചെയ്തതാണ്. അവിടുത്തെ വാക്കുകൾ പാഴാവൂല എന്നുള്ളത് ആ ഒരു ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ട് അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അങ്ങനെ 7 വട്ടേ ആകപ്പാടെ എത്ര സമയം എടുക്കും ഈ 7 വട്ടത് ചൊല്ലാൻ? എന്നിട്ട് എഴുന്നേറ്റോ അതിനുശേഷം ആയത്തെക്കുറിച്ച് നടന്നിട്ടൊക്കെ ചൊല്ലാലോ. ആയത്തെക്കുറിച്ച് അത് ഈ ഷർത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു തുടങ്ങുന്ന ആ ദിക്റിന് മാത്രമാണ് ആ ഇരിപ്പിന്റെ ഷർത്തുള്ളൂ. അതിനുശേഷം അജിർനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കാലുമാറ്റമൊക്കെ ചെയ്യാം. എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ, ഇരിക്കാൻ പ്രയാസം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ ഈ ഒരു 2 ദിക്റുകൾ, അതും എപ്പോഴാ നമ്മൾ എന്തൊക്കെ ദിക്റുകൾ മശായിഖ്മാര് പഠിപ്പിച്ചത്, ഔലിയാക്കന്മാര് സ്വാലിഹീങ്ങൾ പഠിപ്പിച്ചതൊക്കെ നമ്മൾ ചൊല്ലുന്ന ഓരോ ചൊല്ലാൻ താല്പര്യം കാണിക്കുന്നവരൊക്കെയാണ്. ഇത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ചെറിയ ദിക്ർ. എത്ര സമയം എടുക്കും നോക്കിയൊരു 10 ദിക്ർ ഇതും ഒരു അജിർനി എന്നുള്ളത് 7 കൂടി ചൊല്ലാൻ. പക്ഷെ അതിന് കിട്ടുന്ന ഗുണങ്ങളൊന്നും ആലോചിച്ച് നോക്കിയേ. 10 തിന്മകള് മായ്ക്കപ്പെടും പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ? അല്ലെങ്കിൽ 10 ദറജ നമുക്ക് കിട്ടും. നമുക്കറിയോ, നമുക്കെന്താ, ഞാനും നിങ്ങളൊക്കെ മുഅ്മിനീങ്ങളാണ്. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ മുഅ്മിനായിട്ട് മരിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് റബ്ബ് എന്താ വെച്ചിരിക്കണം എന്നറിയോ? നമുക്ക് എത്ര വലിയ പക്ഷെ ഒരു കാര്യം ഉറപ്പാണല്ലോ, ഇങ്ങനെ ചെയ്യുന്ന ആൾക്ക് എന്താണെങ്കിലും മുത്തുനബി പറഞ്ഞതല്ലേ, അതെന്തായാലും പാഴാവൂല. അപ്പൊ ഇത് ചൊല്ലുന്ന ആൾക്ക്, പതിവാക്കുന്ന ആൾക്ക് ഹുസ്നുൽ ഖാത്തിമ അഥവാ ഈമാനോട്, കാരണം ഈ സംഗതികൾ ചൊല്ലിയവനക്ക് ഇതൊക്കെ കൊടുക്കണമെങ്കിൽ ഇവൻ ഇവിടെ നിന്ന് ഈമാനോട് മരിച്ചല്ലേ എത്തിയാലേ പറ്റൂ, അല്ലാണ്ട് പറ്റൂലല്ലോ. അപ്പം മുർത്തതായിട്ടോ അള്ളാഹട്ടെ കാഫറായിട്ടോ മരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും കൊടുക്കാൻ പറ്റില്ല. സ്വർഗത്തിൽ പദവി കൊടുക്കാൻ പറ്റോ, നരകത്തിൽ നിന്ന് കാക്കാൻ പറ്റോ, ഒന്നും പറ്റില്ല. അപ്പൊ ഇൻഡയറക്ട്ലി ഇത് എന്താണ്? ഹുസ്നുൽ ഖാത്തിമ, അതായത് ഈമാൻ കിട്ടി മരിക്കാനുള്ള ഒരു ഉപായമാണത്. നമ്മളിതിങ്ങനെ മഗ്‌രിബിന് ശേഷം സുബഹിന് ശേഷം വേറെ നിങ്ങൾ മറ്റെന്ത് ഉപേക്ഷിച്ചാലും, മറ്റെന്തും ചൊല്ലിയില്ലെങ്കിലും, ഇനി ഹദീസിൽ തന്നെ വന്ന ഒരുപാട് ഔറാദുകൾ അദ്കാറുകളുണ്ട്, അല്ലെങ്കിൽ മഹത്തുക്കൾ പഠിപ്പിച്ചത്, അതൊന്നും ഇല്ലെങ്കിൽ ഇതൊരു ചിട്ടയോട് കൂടിയിട്ട് ഇനി ഒരു കാലത്തും ഇൻഷാ അല്ലാഹ് ഹയാത്തിട്ട് തന്ന ഈ കാലം മരണം വരെ ഞാൻ ഒരു കാലത്തും ഈ 2 ദിക്റുകൾ, കാരണം ഒന്നാലോചിച്ച് നോക്കിയാൽ അന്ന് മുതൽക്ക് ഇന്ന് വരെ എത്ര സ്വാലിഹീങ്ങളും ആരിഫികളും മുസ്ലിയാക്കന്മാരും ആബിദികളും ഒക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇത് നേരത്തെ പറഞ്ഞതാണ്, ആര്? മുത്തിന് പഠിപ്പിച്ചാണ്. ഇതിന്റെ ഒന്നും എടുത്ത് കളയാനോ ഒരു ഇഷ്കാലിനോ ചോദില്ല. മാത്രല്ല ഹദീസുകളൊക്കെ എന്താണ്? സ്വീകാര്യയോഗ്യമായ ഹദീസുകളാണ്, ഹസനും സഹിയായ, എല്ലാം ഒരു ഇഷ്കാലും ഇല്ലാത്ത സംഭവമാണ്. അതുകൊണ്ട്
എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ ഇത് കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇതെന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് ഇന്ന് മുതൽക്ക് നമ്മൊരു ജീവിതചര്യ. മഗ്‌രിബ് നിസ്കരിച്ച് കഴിഞ്ഞാൽ ഉടനെ കടകട 10 വട്ടം, അജറിന് 7 വട്ടം, സുബഹി നിസ്കരിച്ച് അതിനുശേഷം വേറെ എന്തിനും തിരിയുന്നുള്ളൂ. അതിപ്പോ നമ്മൾ ജമാഅത്ത് നിസ്കരിക്കുകയാണെങ്കിലും അല്ലെങ്കിലും വേറെ ഒരു കാരണം സംസാരിക്കാനും പാടില്ലല്ലോ. ഇതിന്റെ ഇടയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 വട്ടം സംസാരിക്കാനും പാടില്ല. ഇരിപ്പം മാത്രമല്ല സംസാരവും പാടില്ല. അപ്പൊ അതുകൊണ്ട് അത് നിർബന്ധമായിട്ട് ഞാൻ ചൊല്ലിയിരിക്കും ഒരു കാരണവശാലും. കാരണം അത് എന്റെ നേതാവ്, എന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതും അതിന് ഇത്ര വലിയ മഹത്വങ്ങൾ അവിടെ നിന്ന് പറഞ്ഞതുമാണ്. അതെനിക്ക് കിട്ടാതെ പോകില്ല. ഉറച്ച വിശ്വാസം വേണം, കിട്ടും. എനിക്ക് തങ്ങളല്ല പറഞ്ഞത്, എനിക്കത് മേടിച്ചു തരും. എനിക്ക് അള്ളാഹു എന്നെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കും. 4 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമൊക്കെ ഉണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ ഇനി ഇതിന്റെ സർഹയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫായ്ദകളൊക്കെ വേറെ കാണും. അതിനൊക്കെ ഉപരിയായിട്ട് ഖൽബില് തൗഹീദ് ഉറക്കും. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഷോർട്ട് ഫോമിന്റെ ഡെഫിനിഷനാണ് ഈ ദിക്ർ മൊത്തത്തിൽ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഷോർട്ട് ഫോമാണ്. അപ്പൊ ഒന്നാലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽക്കൊക്കെ നമുക്ക്, ഞാനും നിങ്ങളും എല്ലാവരും പ്രതിജ്ഞ എടുക്കുക, അറ്റ് എനി കോസ്റ്റ് ഇത് ഒഴിവാക്കൂല. കൂട്ടത്തിൽ ആയത്തിൽ കുറിച്ച് ഞാൻ പറഞ്ഞത് മറക്കരുത്. കാരണം അതിനെപ്പറ്റി പറഞ്ഞത് എന്താണ്? സ്വർഗത്തിന്റെയും ഇവന്റെയും ഇടയിലുള്ള തടസ്സം എന്ന് പറഞ്ഞാൽ മരണമാണ്. അതായത് മരിച്ചാൽ മതി സ്വർഗത്തിലെത്തുന്നു. തങ്ങൾ പറഞ്ഞതല്ലേ. അപ്പൊ ചോദിക്കുക അങ്ങ് അത് മാത്രം മതിയോ? പിന്നെ അപ്പൊ എന്തും ഇല്ലടോ. അങ്ങനെ വരുമ്പോൾ അള്ളാഹ് അതനുസരിച്ച് അവന്റെ ജീവിതം മെല്ലെ മെല്ലെ മാറ്റും. ഇപ്പൊ ചോദിക്കാനുള്ള സംശയം ഇതാണ്, ഞാൻ എന്നും ആയത്തെ കുറിച്ച് ചോദിക്കും, ഞാൻ എന്നിട്ട് എല്ലാ റാബർപ്പും കാണിച്ചു തന്നാൽ അങ്ങനെ സുഖത്തിൽ പോകും, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ദിക്ർ 10 വട്ടം മഗ്‌രിബിന് ശേഷം സുബഹിക്ക് ശേഷം. ഒന്നും പേടിക്കണ്ട. നിങ്ങൾ ഇഖ്ലാസോട് കൂടിയിട്ടാണ് ഇത് ചൊല്ലുന്നതെങ്കിൽ ആ ദിക്റിന്റെ ആ ആയത്തിന്റെ ബറക്കത്ത് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ശരീരത്തിലും രക്തം ചലിക്കുന്ന നരമ്പുകളിലും എല്ലായിടത്തും മാറി നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട്, നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയുള്ള നമ്മൾ, ഇപ്പൊ നാം എന്ന് പറയുന്ന അവിടുത്തെ പ്രശ്നം, നാം എന്താവും? ഓട്ടോമാറ്റിക്കായിട്ട് മാറും. നമ്മൾ അല്ലാഹു അങ്ങനെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും. അല്ലാണ്ട് നമ്മളൊന്നും ഇപ്പൊ വലിയ സ്വാലിഹ്യങ്ങളൊന്നും അല്ലല്ലോ. പക്ഷെ നമ്മളെ പരിവർത്തനം ചെയ്യും ഇത്. അതാണ് ഔറാദുകളുടെയും ഖുർആന്റെ ഒക്കെ തർബിയത്ത് എന്ന് പറഞ്ഞാല്. മശായിഖ്മാര് മാത്രമല്ല, ദിക്ർ ദുആകളൊക്കെ തർബിയത്ത് ചെയ്യും. ആ തർബിയത്തിന്റെ ഭാഗമാണ് ഇത്. ചൊല്ലി ചൊല്ലി വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? അവന്റെ ലൈഫിലും മാറ്റം വരും, അവന്റെ ജീവിത പ്രവർത്തികളിലും മാറ്റം വരും, സ്വഭാവത്തിൽ മാറ്റം വരും, ശീലങ്ങളിലും ശൈലികളിലും മാറ്റം വരും. ഒബിയസ്ലി അവൻ എന്താവും? സ്വർഗത്തിനൊക്കെ അർഹനാവുന്ന രൂപത്തിലാവും. ആഫ്റ്റർ ഓൾ ഇതൊക്കെ പതിവാക്കി മുത്തുനബിയോടുള്ള മഹബത്തോട് കൂടിയിട്ട് അവിടുന്ന്, അതാണ് ഇതിന്റെ ഒക്കെ മർമ്മം. തങ്ങൾ പഠിപ്പിച്ചതാണ്, ഞാനത് ചെയ്തിരിക്കും. തങ്ങൾ പറഞ്ഞാണ്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ ഐ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. തങ്ങൾ പറഞ്ഞില്ലേ, ഐ വിൽ ഡു ഇറ്റ്. ഈ ഒരു കോൺസെപ്റ്റിൽ നമ്മളിത് ചെയ്ത് വരുമ്പോൾ ഇൻഷാ അല്ലാഹ് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് കിട്ടും. പിന്നൊക്കെ ബാക്കി എളുപ്പമല്ല. നിങ്ങളൊന്ന് മരിച്ച് ഈമാനോട് മരിച്ചെന്ന ബാക്കി ഞാനേറ്റവും തങ്ങൾ പറഞ്ഞല്ലേ അല്ലേ? തങ്ങളെ ശഫാഅത്ത് കിട്ടും. അള്ളാഹു നമ്മളെ മുത്തുനബിയുടെ ശഫാഅത്ത് ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.